ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ശാരദയും മക്കളും എല്ലാം തകർന്ന് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എവിടേക്ക് പോകണമെന്ന് പോലും അറിയാതെ ഇരിക്കുകയാണ്. അപ്പോൾ ശാരദ പറയും, ഈ മണ്ണിൽ നിന്ന് ഇറക്കി വിടാൻ ആർക്കും പറ്റില്ലല്ലോ, വീട്ടിൽ നിന്ന് ഇറക്കി വിടാനല്ലേ പറ്റൂ. ഈ മണ്ണിൽ തന്നെ കിടന്ന് ശാരദയും മക്കളും മരിക്കും, അത് കണ്ട് എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന് പറയാം. അത് കേൾക്കുമ്പം വിനീത് സങ്കടപ്പെട്ടുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറയും, അമ്മായി എന്തൊക്കെയായി പറയുന്നേ? അമ്മായിനെ മക്കളെ അങ്ങനെ മരിക്കാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ജീവിച്ചിരിക്കും ഈ കുടുംബം എൻ്റെയും കൂടിയല്ലേ, നിങ്ങൾ ആരും അനാഥരല്ല, നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് വിനീത് പറയാണ്. അമ്മാവൻ നിങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ മരിച്ചത്, അമ്മാവൻ എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബം നോക്കിക്കോണേടാ എന്ന് എന്നോടാ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞത്. ആ വലിയ മനുഷ്യൻ്റെ വാക്ക് ഒരിക്കലും ഈ വിനീത് ധിക്കരിക്കില്ല. ഇത്രയും സൗകര്യമൊന്നും ഇല്ലെങ്കിലും എനിക്കും ഉണ്ട് ഒരു കൊച്ചു വീട്, നമുക്ക് അങ്ങോട്ട് പോകാം അമ്മായി, നിങ്ങളാരും അനാഥരല്ല, അങ്ങനെ നിങ്ങളെ തോപ്പിക്കാൻ ആർക്ക് സാധിക്കത്തുമില്ല, ഈ വിനീത് ജീവിച്ചിരിക്കുന്നോളം കാലം നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് വിനീത് ഉറപ്പ് കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പം ശാരദയുടെ കണ്ണുകളൊക്കെ നിറയാണ് കേട്ടോ. ശാരദ സങ്കടപ്പെട്ടുകൊണ്ട് വിനീതൻ്റെ കൈ പിടിക്കുക. എന്നിട്ട് പറയും, വേണ്ട മോനെ, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം, മോൻ വീട്ടിൽ പോയിക്കോ എന്ന് പറയാം. നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ അമ്മായി വീട്ടിലേക്ക് പോവുക, ചിന്തിച്ചിരുന്നത് മതി, നമുക്കിപ്പം തന്നെ പോകാം എന്ന് പറയുകയാണേ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മയും പറയും, മോളെ ശാരദ, വിനീത് പറയുന്നതിലും കാര്യമുണ്ട്. സുജാതയുടെ വീട് നിനക്ക് അന്യൊന്നും അല്ലല്ലോ, നിന്റെ നാത്തൂനല്ലേ, അരവിന്ദൻ്റെ സ്വന്തം അനിയത്തിയാ സുജാത, അവർ രണ്ടുപേരും ഒരമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടായതാ, എൻ്റെ സ്വന്തം മക്കള്. നമുക്ക് സുജാതയുടെ വീട്ടിലേക്ക് തന്നെ പോകാം മോളെ, അവളുടെ സ്വന്തം കൂടപ്പറപ്പിൻ്റെ ഭാര്യയും മക്കളും അല്ലേ നിങ്ങൾ, അങ്ങനെ നിങ്ങളെ ഇറക്കി വിടാനൊന്നും അവർക്കും സാധിക്കത്തില്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് വാക്കുവ്യത്യാസം ഉണ്ടായെന്നൊഴിച്ചാൽ രക്തബന്ധം എന്ന് രക്തബന്ധമാണ്, എൻ്റെ സ്വന്തം മോളല്ലേ അവളെ ഞാനല്ലേ പ്രസവിച്ചത് എന്നൊക്കെ രാധമ്മ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ശാരദ നിൽക്കുക. അപ്പോൾ അടുത്തേക്ക് വന്ന് ഗംഗയും കാവേരിയും കൂടി പറയും, അമ്മേ എത്ര നേരമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുക, ഇവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല, നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൊണ്ട് ബാങ്കിൽ അടയ്ക്കാനായിട്ട് കാശുമില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് വിനീതേട്ടൻ്റെ കൂടെ പോകാം, അതിനുശേഷം പൈസയൊക്കെ സംഘടിപ്പിച്ച് അടച്ചതിന് ശേഷം വീട് തിരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം, അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നിളയാണെങ്കിൽ തീരെ പറ്റില്ല, പനിച്ച് വരച്ച് ആകെ ക്ഷീണിതയായിട്ട് യമുനയെ ചേർത്ത് പിടിച്ചേക്കുവാണ് നിളക്കുട്ടീനെ. അപ്പം യമുനയും പറയും, അമ്മ കണ്ടില്ലേ, ഇവക്ക് ഒട്ടും വയ്യമ്മേ, നമുക്ക് തൽക്കാലം വിനീതേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് പോകാം അമ്മേ, സുജാത അപ്പച്ചിയുടെ വീട്ടിലേക്ക് എന്ന് പറയാണ് കേട്ടോ. അപ്പം എല്ലാവരും സമ്മതിക്കുകയാണ് കേട്ടോ. ശാരദയും ഒരു വിധത്തിൽ സമ്മതിപ്പിക്കുകയാണ്. അപ്പോൾ വിനീത് പറയും, അമ്മായി ബാ, ഇനിയും ഇവിടെ ഇരിക്കണ്ട, ബാ നമുക്ക് പോകാം മുത്തശ്ശി എന്നും പറഞ്ഞ് രാധമ്മയുടെ കയ്യിലും പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പതിയെ ശാരദയെ നമ്മുടെ കാവേരി തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാം. അപ്പോൾ വിനീത് അവരുടെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് കൈ പിടിക്കുകയാണ്. എന്നിട്ട് അവരും പറ്റുന്ന പോലെ ഓരോന്നൊക്കെ പിടിക്കുക, പയ്യെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. സ്നേഹതീരത്തിൽ നിന്നും അവർ പടി ഇറങ്ങുക. അപ്പം ശാരദയുടെ നെഞ്ചു പൊട്ടുക. തൻ്റെ അരവിന്ദേട്ടൻ്റെ കൂടെ താൻ ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും ശാരദയുടെ മനസ്സിലേക്ക് വരികയാണ്. ഇത്തവണ നമ്മുടെ അരവിന്ദൻ നാട്ടിലേക്ക് വന്നപ്പം ശാരദയുടെ കൈ പിടിച്ച് സ്നേഹതീരത്തിൻ്റെ പടികൾ കയറിയതും മുട്ടുവേദന കാരണം ശാരദയ്ക്ക് നടക്കാൻ പറ്റാതായപ്പം കൈ പിടിച്ച് പതിയെ നടത്തിച്ചതും, എൻ്റെ ശാരദ, ഇങ്ങനെയാണെങ്കിൽ പ്രായമാകുമ്പോൾ നിൻ്റെ കൈ പിടിച്ചെന്നാൽ നടക്കണമല്ലോ എന്നും പറഞ്ഞ് ശാരദയെ കളിയാക്കിയതും ഒക്കെ ശാരദയുടെ മനസ്സിലേക്ക് വരിക. ഇതേസമയം നമ്മുടെ കാവേരിയുടെ മനസ്സിലേക്കും അച്ഛനുമായിട്ട് അവൾ സംസാരിച്ചതൊക്കെയാണ് ഓടി വരുന്നത്. അവൾ നട്ട പേരമരത്തിൻ്റെ കാര്യം അച്ഛനോട് പറഞ്ഞതും, കഴിഞ്ഞ തവണ അച്ഛൻ പോയപ്പോൾ ഞാൻ നട്ടുവെച്ചതാ ഈ പേരമരമെന്നും, ഇത് എന്തുമാത്രം വളർന്നതിന് ശേഷമാണ് അച്ഛൻ വരുന്നതെന്ന് ഞാൻ എന്നും നോക്കുമായിരുന്നെന്നും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പം അരവിന്ദൻ ആ വീടിനെ പറ്റി അവളോട് പറഞ്ഞ വാക്കുകളും കാവേരിയുടെ മനസ്സിലേക്ക് വരികയാണ്. അതോർക്കുമ്പം കാവേരിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് കേട്ടോ. ഈ വീട് എന്നെ സംബന്ധിച്ചോളം നിങ്ങൾ താമസിക്കുന്ന സ്ഥലം മാത്രമല്ല മോളെ, ഇവിടുത്തെ ഇഷ്ടികയ്ക്കും കല്ലിനും സിമെൻറ്റിനും ഒക്കെ പറയാനുണ്ട് അച്ഛൻ്റെ വിയർപ്പിൻ്റെ കഥ. അച്ഛൻ ഒരു ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ട് പടുതുയർത്തിയത് ഈ കൊട്ടാരം നിങ്ങൾക്ക് വേണ്ടി, അത് എൻ്റെ സ്വർഗവ മോളെ എന്നൊക്കെ പറഞ്ഞ വാക്കുകളാണ് വീണ്ടും വീണ്ടും കാവേരിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് കേട്ടോ. ആ സ്വർഗത്തിൽ നിന്നും പടി ഇറങ്ങേണ്ടി വരുമ്പം കാവേരിക്ക് നെഞ്ച് തകരുക. അപ്പോൾ അവൾ സ്വയം ഒരു ഉറപ്പുണ്ടാക്കുക, ഈ വീട് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണമെന്നുള്ളത്. സമയം ജയപാലൻ്റെ ഭാര്യ പ്രവീണ അവളുടെ നാത്തൂനായ രാജേശ്വരനെ വിളിക്കാം. എന്നിട്ട് പറയും, രാജി, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, പക്ഷേ എൻ്റെ മനസ്സിൽ ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയാലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. പ്രവീണ കാര്യം പറ, എന്ത് കാര്യമാണ് പറയുന്നത് എന്ന് ചോദിക്കും. അല്ല, രാജിയും ജയപാലേട്ടനും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവും, എന്തിലും നാത്തൂനും തമ്മിൽ ഒരു പ്രശ്നത്തിൻ്റെ കാര്യമില്ലല്ലോ, അതാ ഞാൻ നിന്നെ വിളിച്ച് ഇക്കാര്യം പറയാമെന്ന് കരുതിയത്. ദേ പ്രവീണ, എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ ഇപ്പം നിവിൻ്റെ
നടത്തിപ്പിലും പെരുമാറ്റത്തിലും ഒക്കെ എന്തോ മാറ്റം ഉണ്ടെന്നാണ് ജയബാലേട്ടൻ പറയുന്നത്. അവനെന്തോ ചുറ്റിക്കളി ഉണ്ടെന്നൊക്കെയാണ് ജയബാലേട്ടൻ പറയുന്നത്. ജയബാലേട്ടൻ അങ്ങനെ പറഞ്ഞോ? അതെ, അങ്ങനെ തന്നെ പറഞ്ഞു. എന്ത് ചുറ്റിക്കളി ഉണ്ടെന്നാ പറഞ്ഞേ? അതെന്താണെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല. നിന്റെ ഏട്ടൻ്റെ സ്വഭാവം നിനക്കറിയാലോ. ഒന്നും നേരെ ചൊവ്വ എന്നോട് തുറന്ന് പറയാറില്ല. എന്തെങ്കിലും വളച്ചു കെട്ടി ഇങ്ങനെ പറയുകയും ചെയ്യും. അവനെന്തോ ചുറ്റുകളിയുണ്ട്, അവനെന്തോ കുഴപ്പത്തിൽ പോയി ചാടാൻ പോവുക, അത്ര മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ എന്ന് പ്രവീണ രാജേശ്വരിയോട് പറയൂട്ടോ. നീ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം നിവിനെ. അവനെന്തോ സങ്കടമൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. എന്താ കാര്യമെന്നൊട്ട് ജയബാലേട്ടൻ പറയുന്നുമില്ല. എനിക്കൊട്ട് ചോദിക്കാൻ പേടിയാ. ഞാനെന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ ചാടിക്കടിക്കും എന്നെ. അങ്ങനത്തെ സ്വഭാവമാണ് ഇപ്പം ജയബാലേട്ടൻ്റെ. എനിക്ക് ആ മനുഷ്യനെ അങ്ങ് മനസ്സിലാകുന്നില്ല. എന്നാൽ ശരി, പ്രവീണയ്ക്ക് വേറൊന്നും പറയാനില്ലല്ലോ എന്നും പറഞ്ഞ് രാജേശ്വരി ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പം പ്രവീണ പറഞ്ഞ കാര്യത്തെപ്പറ്റി രാജേശ്വരി ചിന്തിക്കുക. നിവിൻ്റെ പോക്കിൽ എന്തോ ഒരു കുഴപ്പം ഞാനും കാണുന്നുണ്ട്. എപ്പോഴും വീട്ടിലിരിക്കാതെ ചുറ്റി നടക്കുവാണ് അവൻ. ഇനി എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ പോയി ചാടുന്നതിന് മുന്നേ അവനെ ഒരു കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ രാജേശ്വരി മനസ്സ് ചിന്തിക്കുക. അതേസമയം പ്രവീണ ഫോൺ വെച്ചതിന് ശേഷം ഇങ്ങനെ ചിന്തിക്കുക, രാജേശ്വരിയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഒന്ന് മനസ്സിന് സമാധാനം കിട്ടിയത്. ഇങ്ങനെ ഒരു രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നിട്ടില്ല, എന്താണെന്നറിയില്ല എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് കേട്ടോ. രാജേശ്വരി നിവിനെ അന്വേഷിച്ച് റിസോർട്ട് മുഴുവനും നടക്കുക. പ്രവീണ പറഞ്ഞ വാക്കുകൾ രാജേശ്വരിയുടെ മനസ്സിലൊരു കരടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ ചെന്ന് നോക്കുമ്പം നമ്മുടെ ആസിഫ് ഇരുന്ന് ഉറങ്ങുകയാണ് റിസപ്ഷനിൽ. അപ്പം പെട്ടെന്ന് ആ ടേബിളിൻ്റെ ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞെട്ടിയേക്കും ആസിഫ്. അയ്യോ, എന്താ മാഡം, എന്താ കാര്യം? നീ ഇന്നിവിടെ കിടന്ന് ഉറങ്ങുവാണോ? ഇങ്ങനെയാണോ നീ ഇത് മാനേജ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക. അത് പിന്നെ മാഡം, അല്ല നീ എന്താ ഈ ക്യാബിനിലിരിക്കുന്നത്? സിന്ധു എന്തേ, അവൾ ഇവിടെ പോയി എന്ന് ചോദിക്കുക. അത് മാഡം, അവളിന്ന് ലീവല്ലേ, മാഡത്തോട് പറഞ്ഞായിരുന്നല്ലോ, മറന്നുപോയോ? അവൾക്ക് ഒരു കല്യാണാലോചന, ഇന്ന് പെണ്ണ് കാണൽ എന്തുവാ എന്ന് പറയും. ഓ, ഞാനതങ്ങ് മറന്നുപോയി. നീ ഇങ്ങനെയാണോ റിസോർട്ട് നോക്കുന്നത്? ഈ രീതി നോക്കിയാൽ നീ ഇവിടെ ഇരിക്കുന്നേക്കാൾ നല്ലതേ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ പോയിരിക്കുക, നോക്കുകുത്തിക്ക് പകരം എന്ന് പറയാം. മേഡം എന്നെ കളിയാക്കിയതാ, അത് മനസ്സിലായല്ലോ. അല്ല നിവിൻ എന്തേ? അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ മേഡം, കാണാത്തതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. എടാ നിവിനെ, ദേ നിന്നെ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ആസിഫ് അവിടെ നിന്ന് വിളിച്ചു പോവും. ദേ മേഡം, ദാണ്ടെ അവൻ വരുന്നു എന്ന് പറയൂട്ടോ. അപ്പം നിവിനാണെങ്കിൽ സങ്കടപ്പെട്ട് വരുന്ന കാണുമ്പം തന്നെ രാജേശ്വരി മുഖം ശ്രദ്ധിക്കുവാണേ. പക്ഷെ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല. നീ എന്താ ഇങ്ങനെ ടയേർഡായിട്ടിരിക്കുന്നേ? ദേ ഈ വെയിലും കൊണ്ടിങ്ങനെ നടക്കാതെ ഈ റിസോർട്ടിൽ ഇരുന്നാൽ എന്താ നിനക്ക് എന്ന് നിവിനോട് രാജേശ്വരി ചോദിക്കുക. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം കാണാം. അതിനിങ്ങനെ സങ്കടപ്പെട്ട് വെയിലും കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയാം. അപ്പം പെട്ടെന്ന് നിവിനാണെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട് അമ്മയോട് പറയും, അമ്മേ എനിക്കൊരു 10 ലക്ഷം രൂപ തരുമോ എന്ന് ചോദിക്കാം. അപ്പോൾ ഒരു ചോദ്യവും പറച്ചിലൊന്നും ഇല്ലാതെ ആസിഫിനോട് രാജേശ്വരി പറയും, ഇവൻ്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഇപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്ക് ആസിഫ് എന്ന് പറയണേ കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോൾ ആസിഫ് മനസ്സിൽ പറയും, ഇങ്ങനെ വേണോ അമ്മമാരായ? എനിക്ക് കൊണ്ടൊരു ഉമ്മ എടുത്ത് കിണറ്റിലിടാൻ തോന്നും. 10 പൈസ ചോദിച്ചാൽ 100 രൂപയുടെ കണക്ക് ഇങ്ങോട്ട് പറയും എന്ന് മനസ്സിൽ പറയാം. അപ്പോൾ പെട്ടെന്ന് നിവിൻ അമ്മയുടെ കൈ പിടിച്ചിട്ട് പറയും, താങ്ക്സ് അമ്മേ, ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്ന് പറയാം. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേടാ, അതിനൊരു ചോദ്യവും പറച്ചിലിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഞാനും നിൻ്റെ അച്ഛനും കഷ്ടപ്പെടുന്നത് നിങ്ങൾ മക്കൾക്ക് വേണ്ടിയാ, അല്ലാതെ ആർക്കാ? അതുകൊണ്ട് 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കേണ്ട ഒരാവശ്യമില്ല. ഇനിയും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ആസിഫ് നിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും നിവിൻ പറയും, ഇപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളമ്മേ, ഒത്തിരി നന്ദിയുണ്ട് എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാം. അപ്പം നിവിൻ അകത്തേക്ക് കയറി പോയി കഴിയുമ്പോഴത്തേക്കും ആസിഫിനോട് നമ്മുടെ രാജേശ്വരി പറയും, അവൻ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ഈ 10 ലക്ഷം രൂപ ആർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അപ്പം എന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്ന് പറയേ. അതേക്കുന്ന ആസിഫ് വായും പൊളിച്ചിരിക്കുക. അതെന്താ മേഡം അങ്ങനെ? കൂടുതൽ ചോദ്യവും പറച്ചിലൊന്നും ഇങ്ങോട്ട് വേണ്ട, ഞാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് അനുസരിക്കാനാണ് നിനക്കൊക്കെ ഞാൻ സാലറി തരുന്നത്. ഓ ശരി മേഡം, ആയിക്കോട്ടെ, ഞാൻ എല്ലാം അറിയിച്ചോളാം. അപ്പം രാജേശ്വരി ശരിയെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആസിഫ് മനസ്സിൽ പറയും, എൻ്റെ ഉമ്മയൊക്കെ എന്ത് നല്ല ഉമ്മയാണ്, ഇതുപോലത്തെ ഒരു അമ്മ ഉണ്ടാവാതിരിക്കുന്നത് തന്നെയാ നല്ലത്. എടാ നിവിനെ, നിന്റെ അമ്മയുണ്ടല്ലോ, നീ കാണുന്ന പോലൊന്നും അല്ലടാ എന്ന് മനസ്സിൽ പറയാം. പാവം എൻ്റെ ഉമ്മ, അത് വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ, അതിനെ കിണറ്റിലൊന്നും ഇടണ്ട, ഇതുപോലെയുള്ള സാധനങ്ങളെ കൊണ്ട് കിണറ്റിലിടേണ്ടത്. നിവിൻ്റെ കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാനാ എന്നും പറഞ്ഞ് ആസിഫ് അവിടെ ഇരിക്കുക. ഞാനൊരു ജോലിക്കാരനായി പോയില്ലേ, എനിക്ക് ഇവർ പറയുന്നതല്ലേ ചെയ്യാൻ പറ്റൂ എന്നും പറഞ്ഞ് ആസിഫ് വീണ്ടും അവനക്ക് ഇരുന്നിടത്ത് പോയി തന്നെ ഇരുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ശാരദയും മക്കളും ആകെ തകർന്ന് തരിപ്പണമായിട്ട് സുജാതയുടെ വീട്ടിലേക്ക് കയറി പോവാണ്. അപ്പം ശാരദയാണെങ്കിൽ അരവിന്ദൻ്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പം സുജാത വീട്ടിൽ മിറ്റം അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവരെല്ലാവരും കൂടി വരുന്നത് കാണുന്നത്. അപ്പം സുജാത അന്തം വിട്ട് നിൽക്കുക. അപ്പം അമ്മയുടെ അടുത്തേക്ക് ചെല്ലും, ഇതെന്താ അമ്മേ, നിങ്ങളെല്ലാവരും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കൂടും കുടക്കിയെടുത്ത് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുക. അരവിന്ദേട്ടൻ മരിച്ചിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ, അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. മോളെ, അത്
അത് പിന്നെ അത് എന്നും പറഞ്ഞ് എന്തു പറയണമെന്നറിയാതെ രാധമ്മ നിന്ന് പരുങ്ങും കേട്ടോ. അപ്പോൾ വിനീത് പറയും, അമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ, ഇവർക്കൊരു ലോൺ ഉണ്ടായിരുന്നു വീടിൻ്റെ മുകളിൽ, അവിടെ പൈസ അടയ്ക്കാതെ വീട് ജപ്തി ചെയ്തമ്മേ, ഇവർക്ക് പോകാൻ ഒരിടവും ഇല്ല, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ഓഹോ, കൂടും കുടുക്കയും എടുത്ത് അപ്പം ഇറങ്ങിയതാലേ സ്നേഹതീരത്തുനിന്ന്. എന്നിട്ട് ഈ പാവപ്പെട്ട സുജാത വീട്ടിലേക്ക് വരാൻ നിങ്ങൾക്ക് നാണക്കേടൊന്നും തോന്നിയില്ലേ? അല്ല, ഈ നിൽക്കുന്ന രാജകുമാരി ഗംഗയ്ക്ക് എൻ്റെ ചെറുക്കൻ ഈ വിനീത് ഒട്ടും പോരായിരുന്നല്ലോ കല്യാണം ആലോചിക്കാനായിട്ട്. അപ്പോൾ അവൾക്ക് ഈ വീടിന് വലിപ്പം പോരാ, ഇതിന് ചുറ്റും മലയും കുന്നും ഒക്കെയാ എന്നും പറഞ്ഞ് ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പം വീടും വിട്ട് ഇവരുടെയൊക്കെ ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പം ഈ പാവ സുജാതയുടെ കുടിലിൽ കയറി താമസിക്കാൻ ഒരു നാണോ ഇല്ലേ ഇവറ്റകൾക്ക് എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് രാധമ്മ പറയും, സുജാത നീ എന്തൊക്കെയാ പറയുന്നേ? നിന്റെ സ്വന്തം ആങ്ങളുടെ ഭാര്യ മക്കളുമായി ഈ നിൽക്കുന്നത്. അവർക്കൊരാപത്ത് വരുമ്പം അവരെ സഹായിക്കേണ്ടത് നീയല്ലേ, അതിന് പകരം ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് എന്ന് പറയാം. ദേ അമ്മയ്ക്കും അറിയാവുന്നതല്ലേ കാര്യങ്ങൾ, അമ്മയ്ക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ പെറ്റ അമ്മയല്ലേ, ആ സ്നേഹവും പരിഗണനയൊക്കെ ഞാൻ തരും. പക്ഷേ എന്നോട് യാതൊരുവിധ സ്നേഹവും എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിക്കാത്ത ഇവരോട് ഞാൻ യാതൊരു സ്നേഹവും കാണിക്കുമെന്ന് അമ്മ കരുതിയേ വേണ്ട. അല്ലെങ്കിൽ തന്നെ ഈ മഹാറാണിമാർ എൻ്റെ ഈ കുടിലിലൊക്കെ താമസിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് നാണമില്ലടാ ഇവരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്? നിന്നെ നിഷ്കരണം തള്ളിക്കളഞ്ഞവളല്ലേ ഈ ഗംഗ. നിനക്ക് നിൻ്റെ തൊഴിലിനപ്പം മോശം, നമ്മുടെ വീട് മോശം, നമ്മുടെ വീടിന് ചുറ്റും കുന്ന് മല, ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നിട്ട് രാജകുമാരിക്ക് കൊട്ടാരം നഷ്ടപ്പെട്ടപ്പം ഈ പാവ പിടിച്ചവൻ്റെ കുടിലിലേക്ക് ഒരു നാണോ മാനോ ഇല്ലാതെ കയറി വന്നിരിക്കുന്നു എന്ന് ഗംഗയെ ചൂണ്ടി പറയാം. അപ്പോൾ വിനീതാണെങ്കിൽ അമ്മ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അമ്മേനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് തോന്നും. നീ കൂടുതലൊന്നും എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട, ഇവൾമാരെ ഈ വീട്ടിൽ കയറി താമസിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ കാവേരിക്ക് അങ്ങോട്ട് ആകെ വല്ലാണ്ടാവുക. അപ്പോൾ കാവേരി പറയും, ബാ അമ്മേ നമുക്ക് ഇപ്പം തന്നെ ഇങ്ങോട്ട് പോകാം, വിനീതേട്ടൻ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, നമുക്ക് പറ്റിയ സ്ഥലമല്ല, നമുക്കിപ്പോൾ പോയേക്കാം എന്ന് പറഞ്ഞ് ശാരദയുടെ കൈയും പിടിച്ച് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോൾ വിനീത് കാവേരിയെ പിടിച്ചു നിർത്തും. കാവേരി, അമ്മ അങ്ങനെ പലതും പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട, ഈ സാഹചര്യം നിങ്ങളിപ്പോൾ എങ്ങോട്ട് പോകാനാ? ഗംഗെ നീ എങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കാവേരിനെ, അമ്മയുടെ സ്വഭാവം നിനക്കും അറിയാവുന്നതല്ലേ എന്ന് വിനീത് അവരോട് പറയൂട്ടോ. എന്നിട്ട് വിനീതാണെ നിർബന്ധത്തിൽ സുജാതയുടെ കൈയും വലിച്ചോണ്ട് അകത്തേക്ക് പോവാ. എൻ്റെ കൈ വിടിടാ, രണ്ടെണ്ണം കൂടി അവൾമാരോടൊക്കെ പറയായിരുന്നു, വലിഞ്ഞു കയറി വന്നിരിക്കുന്ന എൻ്റെ വീട്ടിലേക്ക് ഒരു നാണോ മാനോ ഇല്ലാതെ എന്ന് പറയാം. അമ്മ എന്തൊക്കെ വർത്താനോ അമ്മ പറയുന്നേ? അവർക്കൊരു അപകടം വരുമ്പം ഇങ്ങനെയൊക്കെ അവരെ പറഞ്ഞ് അപമാനിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു? പിന്നെ പറയേണ്ട സമയത്ത് തന്നെ പറയണം. ഇതാ ദൈവം ഉണ്ടെന്ന് പറയുന്നത്. കണ്ടില്ലേ, മഹാറാണിമാർക്കൊക്കെ എന്ത് അഹങ്കാരമായിരുന്നു. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളല്ലേ എല്ലാവരും കൂടി ചെയ്തു കൂട്ടിയത്. നിന്നെ പോലും നിഷ്കരണം തള്ളിക്കളഞ്ഞ് വലിയ കൊട്ടാരത്തിലെ ആലോചനയും കൊണ്ടുവന്ന് മഹാറാണിയായിട്ട് വാഴിക്കാനിരുന്നതല്ലേ ആ ഗംഗേനെ. എന്നിട്ടിപ്പോൾ എന്തായി? കിടപ്പാടവും നഷ്ടപ്പെട്ട് 10 പൈസ കയ്യിലില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് തന്നെ കയറി വരേണ്ട ഗതികേട് അവർക്കുണ്ടായില്ലേ? ഇതാ പറയുന്നേ, ദൈവം പണ്ടൊക്കെയാ പിന്നെ ഇപ്പം എന്ത് ചെയ്താലും അപ്പോൾ അതിന് പ്രതിഫലം കൊടുക്കുന്നത്. അമ്മ എങ്ങനെയാ അമ്മ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നത്? അമ്മയുടെ സ്വന്തം കൂടപ്പറപ്പല്ലേ. എന്ത് കൂടപ്പറപ്പൊക്കെ മരിച്ചു, അതോടുകൂടി ആ വീടുമായിട്ടുള്ള സകല ബന്ധവും തീർന്നു. അമ്മയ്ക്ക് ബന്ധം തീർന്നാലും ഈ നാട്ടുകാർക്ക് മുഴുവനും അമ്മയുടെ സ്വന്തം ആങ്ങളുടെ കുടുംബമാണ് അരവിന്ദനും കുടുംബവും. അങ്ങനെയുള്ളപ്പം അവർക്കൊരു അപകടം വന്നപ്പം അമ്മ വീട്ടിൽ പോലും കയറ്റാതെ ഇറക്കി വിട്ടെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ കുടുംബശ്രീയിലെ സ്ത്രീകളൊക്കെ അമ്മയെ പറ്റി എന്താ പറയുക? കണ്ണിച്ചോരയില്ലാത്തൊരു ദുഷ്ടിയാണ് സുജാത എന്ന് ഈ നാട് നില പറഞ്ഞു നടക്കില്ലേ? എടാ നീ അതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. ഈ സുജാത എന്താണെന്നും ഏതാണെന്നും ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ഇനി എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞു നടന്നാലും എനിക്കൊരു ചുക്കും കിട്ടാനും ഇല്ല. ഞാൻ ഇവിടെയുള്ള ആരുടെയും ചെലവിലല്ല കഴിയുന്നത് എന്ന് സുജാത പറയുവാണ് കേട്ടോ. പക്ഷേ അമ്മയൊന്ന് ആലോചിക്കണം. അമ്മയുടെ സ്വന്തം പെറ്റ തള്ളയാ രാധമ്മ. ആ അമ്മേനെയും കൂടി ഇറക്കി വിടുമ്പം എല്ലാവരും അമ്മയെ കുറ്റം പറയത്തേ ഉള്ളൂ. അല്ല, ഈ അമ്മ ഇത് എന്ത് വിചാരിച്ചാൽ ആ ശാരദയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അവിടുന്ന് ഇഷ്ടം പോലെ കുത്ത് അമ്മയ്ക്കും കൊടുത്തോണ്ടിരുന്നതാ. എന്നിട്ടും അമ്മ ഒരു നാണമില്ലാതെ അവരുടെ കൂടെ നിൽക്കുന്ന കണ്ടില്ലേ? എൻ്റെ അമ്മായിയും മുത്തശ്ശിയും തമ്മിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അമ്മ നോക്കുന്നേക്കാൾ നന്നായിട്ടാണ് ആ മുത്തശ്ശിനെ അമ്മായി നോക്കിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് അവർക്കൊരു സങ്കടം വന്നപ്പോഴും അമ്മൂമ്മ അവരുടെ കൂടെ തന്നെ നിൽക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. കല്യാണാലോചന വന്നപ്പോഴും അമ്മയ്ക്ക് അറിയാലോ മുത്തശ്ശി ആരുടെ കൂടെയാണ് നിന്നത്? നമ്മുടെ കൂടെയല്ലേ. അതിനിഷ്ടം പോലെ കുത്ത് ശാരദ അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ഒരു നാണമില്ലാതെ അവളുടെ കൂടെ നിൽക്കുന്നില്ലേ? എൻ്റെ അമ്മ അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അമ്മയ്ക്കും അറിയാം, എനിക്കും അറിയാം.
തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? നിന്നെ അവർ തള്ളിക്കളഞ്ഞിട്ട് എങ്ങനെ പറയാൻ കഴിയുന്നുണ്ടാ നിനക്ക്? അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ഈ ഗതി വന്നത്. ഇവരൊക്കെ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അമ്മ ഇങ്ങനെയൊന്നും പറയാതെ അമ്മേ. അമ്മയുടെ സ്വന്തം രക്തം അവിടെ നിൽക്കുന്നവര്, ആ ബോധം അമ്മയ്ക്ക് വേണം. എന്ത് രക്തം? എൻ്റെ രക്തത്തിൽ നീ മാത്രം നിന്റെ ചേച്ചിയുള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല. കൂടുതൽ ബന്ധമായിട്ട് വന്നേക്കുന്നു. അമ്മേ, ഒരു കാര്യം അമ്മ ചിന്തിക്കണം. അമ്മയുടെ സ്വന്തം അമ്മ പോലും ശാരദാമ്മയുടെ കൂടെ നിൽക്കുമ്പം നാട്ടിലുള്ളവരെല്ലാം അമ്മേനെ എങ്ങനെ കാണും? പെറ്റ തള്ളയെ പോലും ഇറക്കി വിട്ട ഒരു ക്രൂരിയായിട്ട് കാണും. അങ്ങനെയുള്ള അമ്മയെ പറ്റി ഈ നാട്ടിൽ ഉള്ളവരെല്ലാം പറഞ്ഞു നടക്കുന്ന കേൾക്കുമ്പം എൻ്റെ അവസ്ഥയമ്മ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അമ്മ. അതുകൊണ്ട് കുറച്ച് ദയ അവരോട് കാണിക്കുക. അവർ സ്ഥിരമായിട്ടൊന്നും ഇവിടെ നിൽക്കുകയല്ലമ്മേ. അവർക്കൊരു വീട് ശരിയായി കഴിയുമ്പം അവരങ്ങ് മാറിക്കോളും എന്ന് വിനീത് പറയാണ്. അമ്മ സ്വന്തം പെറ്റ തള്ളയെയും നാത്തൂനെയും ഒരു ദാക്ഷിണ്യമില്ലാതെ ഇറക്കി വിട്ട ഒരു ദുഷ്ടയായിട്ട് ഈ നാട്ടുകാർക്ക് മുന്നിൽ മുഴുവനും ജീവിക്കേണ്ടി വരുമ്പോൾ അതെന്തുമാത്രം എന്നെ ബാധിക്കും. അമ്മയെ അങ്ങനെ ഒരു ദുഷ്ടയായിട്ട് കാണാനൊന്നും എനിക്ക് സാധിക്കില്ല. പിന്നെ എൻ്റെ കല്യാണക്കാര്യത്തിലും അമ്മാവനും അമ്മായി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെക്കൊണ്ട് ഗംഗ കെട്ടിക്കണമെന്ന് തന്നെയായിരുന്നല്ലേ അമ്മ അവർക്കും. പക്ഷേ അവർക്ക് ഇഷ്ടമില്ല. മകൾക്ക് ഇഷ്ടമുള്ള ആലോചനയായിട്ട് മുന്നോട്ട് പോകണമെന്ന് അവരും തീരുമാനിച്ചു. അമ്മയും ഒരു പെൺകുട്ടിയുടെ അമ്മയല്ലേ, അമ്മയ്ക്കും അങ്ങനെയല്ലേ ചിന്തിക്കാൻ കഴിയൂ. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതിലൊരു ശരിയുണ്ടമ്മേ എന്ന് വിനീത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് എങ്ങനെയെങ്കിലും ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ അകത്ത് കയറാനായിട്ട് വിനീത് ശ്രമിക്കുക. അപ്പം നാട്ടുകാർ കുറ്റം പറയുമെന്നൊക്കെ കേൾക്കുമ്പം നമ്മുടെ സുജാതയുടെ മനസ്സൊന്ന് മാറുക. നീ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല, ഈ നാട്ടുകാരെ പേടിച്ചിട്ടുമല്ല, പിന്നെ എൻ്റെ അരവിന്ദേട്ടൻ്റെ കുടുംബം ആയതുകൊണ്ട് ഞാനൊരു ദാക്ഷിണ്യം കാണിക്കുക എന്നും കരുതി സ്ഥിരതാമസത്തിനൊന്നും ഇവിടെ അവരെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് ഇപ്പം തന്നെ പറഞ്ഞത് മനസ്സിലായല്ലോ. അവരങ്ങനെ നിൽക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മ ചുമ്മാ എഴുതാപ്പുറം ഒന്നും വായിക്കാൻ നിൽക്കണ്ട എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ശാരദയും മക്കളെയും വിനീതിൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ സുജാതയുടെ സമ്മതം വിനീത് മേടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത്രയും സമയം അവർ ആ പുറത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കല്ലേ.